ശുമിശായക്കും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെയുള്ള ദൈവത്തമ്പുരാനും ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഈശോയ്ക്കും എന്ത് വിഷമമുണ്ടായാലും സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ താങ്ങി നിർത്തുന്ന കൃപാസനത്തിൽ അമ്മ മാതാവിനും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം തുടരുന്നു. എൻ്റെ പേര് നിത, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോയ്, ഇതെൻ്റെ മോള് ഇവ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് വന്നത്. ഞങ്ങളിവിടെ 3 ദിവസം ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ പോലും പോയിട്ടില്ല, നേരിട്ട് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്ന ഭൂമിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളൊരു 9 മാസമായിട്ട് എത്രയും വേഗം ഇവിടെ വരണം, സാക്ഷ്യം പറയണം എന്നുള്ള ആഗ്രഹത്തിന് പേരിൽ ഈശോയും മാതാവും പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അതിനൊരുപാട് നന്ദി പറയുന്നു. കാല് മുറിച്ച് കളയണം എന്ന് 4 മാസത്തോളം ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ ഇത്രയധികം യാത്ര ചെയ്ത് കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുവാണ്. ആദ്യം വീൽ ചെയറിലായിരുന്നു, പിന്നെ വാക്കറായി, പിന്നെ കെയിനായി, ഇപ്പോൾ ആൾ നടന്ന് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നു. അതിന് അമ്മ മാതാവിൻ്റെ ഒരുപാട് സാന്നിധ്യം സഞ്ചാരമാതാവായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഞങ്ങളുടെ 9 മാസത്തെ ഞങ്ങളുടെ ജീവിതമാണ് സാക്ഷ്യം. അതെനിക്ക് പെട്ടെന്ന് പറയുമോ എന്നെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം. ഞങ്ങൾ ഈ ജാനുവരി തുടങ്ങി ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓസ്റ്റോമൈലൈറ്റിസ്, സിവിയർ ബോൺ ഇൻഫെക്ഷൻ. ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും ബിനോയുടെ ബ്ലഡ്, ബോഡി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇൻഫെക്ഷനായിരുന്നു. കാല് ഓൾമോസ്റ്റ് ഫുൾ ഇൻഫെക്റ്റഡ്, MRI എല്ലാത്തിലും ഇൻഫെക്ഷനായിരുന്നു. അങ്ങനെ ഇൻഫെക്ഷനായിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫ്രണ്ട് പറയാണ്, ചേച്ചി ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇടുക എന്ന് പറയാണ്. പക്ഷേ എനിക്ക് അന്നൊന്നും ഈ കൃപാസന മാതാവിനോടോ ഒന്നും ഒരു വിശ്വാസമില്ലാത്തൊരാളായിരുന്നു. പക്ഷേ ആ കുട്ടി എന്നോട് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെന്തോ ഒന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ടായിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബിനോയിനെ കാറിൽ കയറ്റി ഇരുന്നതിന് ശേഷം ഞങ്ങളുടെ കസിൻ കുട്ടി കഴിഞ്ഞ വർഷം കൃപാസനത്തിലൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേപ്പർ വായിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ ഏതൊരു ഷെൽഫിൻ്റെ അകത്ത് എടുത്തു വെച്ചിരുന്നു. ഞാൻ ഈ കാറിൽ കയറുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് വരാണ്, മോളെ ആ പേപ്പർ എടുക്ക് എന്ന് പറയാണ്. ഞാൻ ഓടിച്ചെന്ന് ഞാൻ ആ ഷെൽഫ് തുറന്നു. ഞാൻ തുറക്കുന്ന കറക്റ്റ് ഷെൽഫിൽ ആ പേപ്പർ ഇരിക്കുക. 1 വർഷമായിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, വായിച്ചിട്ടില്ല ആ പേപ്പർ. പക്ഷെ ഞാനതെടുത്തു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, എമർജൻസിയിൽ കിടക്കുന്നു. കാനഡയിലെ സിസ്റ്റം ഇവിടുത്തെ പോലെയൊന്നുമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടാണ് മെഡിക്കൽ സിസ്റ്റം. 4 ദിവസത്തോളം ഞങ്ങൾ എമർജൻസിയിൽ വെറുതെ വീൽ ചെയറിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സമയത്തും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ പേപ്പർ ബിനോയുടെ കാലിൻ്റെ അടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് പറയാണ്, നമുക്ക് നാളെ സർജറി ചെയ്യണം, അവരെന്തോ ഫ്ലഷൊക്കെ അടിച്ച് കളയാൻ പോവാണ് എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാണ്. അപ്പോഴാണ് ഞാൻ ഈ മോള് പറയുന്ന കാര്യം ഓർക്കാണ്, ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ. ഞാൻ ക്യാൻഡിൽ പ്രെയറിൻ്റെ സൈറ്റ് എടുത്ത് നോക്കി, ഞാൻ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടു. പക്ഷേ ബിനോയുടെ കാല് സമർപ്പിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടു. ഞാൻ ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സർജൻ്റെ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഈ തോളത്ത് തട്ടിയിട്ട് എന്നോട് പറയാണ്, ബിക്കോസ് ഓഫ് യു വി ഡിഡ്ന്റ് ഡു എനി സർജറി ടുമോറോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ സംഭവം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം വേറൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ 2 ആഴ്ചത്തോളം ഞങ്ങൾ കിടന്നു. ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളോട് ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. ബിനോയ് ഒരു പ്രൊസീജിയറും സമ്മതിക്കത്തില്ല, അങ്ങനെയെല്ലാം. ഫ്രണ്ട്സ് എല്ലാം ഈ ഉപ്പും തേനും കൊണ്ട് തരുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഇവർ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല. ഒരു പ്രത്യേകതര സാഹചര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം മാതാവ് ഇടപെട്ട് അവിടുത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്, ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം, അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കഴിഞ്ഞപ്പോഴും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഞങ്ങളുടെ കസിൻ കുട്ടി പറഞ്ഞു, ചേച്ചി പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ഒന്ന് ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ചെയ്യത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി, മാതാവ് പറഞ്ഞു വിട്ടത് ഞാൻ പറയത്തുള്ളൂ, മാതാവ് പറഞ്ഞു വിട്ട ഒരു ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. പക്ഷെ അവരൊരിക്കലും ഞങ്ങളോട് പറഞ്ഞില്ല, ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അവർ പോയപ്പോൾ ബിനോയുടെ വായിൽ നിന്ന് ഞാനൊരു വാക്ക് കേൾക്കുക, ഞാനും സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ താഴത്ത് ഞങ്ങളുടെ കസിൻ കുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ചേട്ടാ
ഉടമ്പടി എടുക്കാതെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ഈ മോളോട് പറയാം, ഈ ഓൺലൈനിൽ എങ്ങനെ എടുക്കുന്നത് ഒന്ന് അയച്ചിടാൻ പറയാണ്. അവൾ അയച്ചിട്ടു. ഞാൻ ബിനോയിനെ കൊണ്ടുപോയി കിടത്തി. ഞാൻ ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഈശോ ഇനി എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ആംബുട്ടേഷനാണ് ഡോക്ടേഴ്സ് പറയുന്ന ഫൈനൽ ഇത്. ഞങ്ങൾ ആകെ തകർന്നിരിക്കുന്ന സമയം ഞാൻ ഈശോയുടെ മുഖത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ ചെവിട്ടിൽ വന്ന് മാതാവ് പറയുന്ന പോലെ തന്നെ എൻ്റെ അടുത്ത് പറയാം, മോളെ ഈ ഉടമ്പടി ഒന്ന് ഓൺലൈൻ ഒന്ന് എടുത്തു നോക്കാൻ. ഞാൻ എടുത്തു നോക്കി. ഞാൻ നോക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത ഇതെല്ലാമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെ അല്ലായിരുന്നു, ഞങ്ങളുടെ ലൈഫ് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഞാനിത് ഓൺ ചെയ്തു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉടമ്പടി എടുത്തു. വെറും 1.5 മണിക്കൂർ കൊണ്ട്. ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ല, ഇതെന്താ സ്ഥലം എന്ന് എനിക്കറിയത്തില്ല, ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. 1.5 മണിക്കൂർ കൊണ്ട് മാത്രം ഈശോയുടെ മുഖത്ത് നോക്കി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ബിനോയുടെ അടുത്ത് പറയാമെന്ന് വെച്ച് നോക്കുമ്പോൾ 1.5 മാസമായിട്ട് ബിനോയ് ഉറങ്ങത്തില്ലായിരുന്നു. രാത്രിയും പകലും ബിനോയ് ഉറങ്ങത്തില്ല. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഇറിറ്റേഷൻ, എന്തുകൊണ്ടും ഉറങ്ങത്തില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്ത് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ബിനോയ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പം ഞാനും സുഖമായിട്ട് 1.5 മാസങ്ങൾക്ക് ശേഷം കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ബിനോയ് എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. അപ്പോഴാണ് ഞാൻ പറയട്ടെ ഏട്ടായി, ഞാൻ ഇന്നലെ ഉടമ്പടി എടുത്തു എന്ന് പറയുന്നത് അപ്പോഴാണ് ബിനോയ് അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ ലൈഫ് പിന്നെ വേറെ ഒരു ലെവലിലേക്ക് മാതാവ് മാറ്റി തുടങ്ങി. അതിനുശേഷം 2ാമത്തെ 3ാമത്തെ ദിവസം എൻ്റെ കൊന്ത ബിനോയുടെ ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിച്ച് പറയാം. അപ്പം ഞാൻ വീണ്ടും തളർന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ കുർബാന വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊന്തയിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരാം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ സാക്ഷ്യങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് സ്മെല്ലിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ മണക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് ഈ കൊന്തയിലെ സ്മെല്ലിലൂടെയാണ്. അതിനുശേഷം ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹീമോഗ്ലോബിൻ കുറയുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ആ ഒരു വെള്ളിയാഴ്ച ബിനോയുടെ ലങ്സിൽ ഫ്ലൂയിഡ് കിട്ടുന്നു. ശരിക്കും പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടം. അപ്പം ഞാൻ ഈ ധ്യാനങ്ങളോ അച്ഛൻ്റെ ഇതൊന്നും കേൾക്കുന്നില്ല, സാക്ഷ്യങ്ങൾ ചെറുതായി കേട്ട് തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഞാൻ എന്താ പറയുക, ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക്ക് പോവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സഞ്ചാരി മാതാവ് വരും എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹീമോഗ്ലോബിൻ കുറഞ്ഞ ദിവസം ഞങ്ങൾ എമർജൻസി പോയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട്, അപ്പോൾ മോൾക്ക് ആസ്മയുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ഹോമിയോ മരുന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ എമർജൻസിന് തിരിച്ച് വന്ന സമയത്ത് ഞങ്ങളുടെ ടേബിളിൽ ഈ കൊന്ത കിടക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ കളറാണ് ഈ കൊന്ത. ശരിക്കും മാതാവിൻ്റെ ഈ ഒരു ഇതുപോലെയാണ് ഈ കൊന്ത ഇരിക്കുന്നത്. ഇത് ടേബിളിൽ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ കൊന്ത എവിടെ നിന്നാണോ വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ കൊന്ത എടുത്തിട്ട് ഞാൻ കൊന്തകളുടെ സ്ഥലത്ത് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാതാവ് വഴി വേറെ ആദ്യമായിട്ട് എനിക്ക് ഈ കാശ് രൂപം കിട്ടുന്നത് എൻ്റെ കയ്യിൽ. ഈ കാശ് രൂപം എന്ന് കിട്ടിയോ, ഇത് സാധാരണ കാശ് രൂപമാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ ഒന്നും ഉടമ്പടി കാശ് രൂപം ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയ അന്ന് മുതലാണ് എനിക്ക് ശക്തി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ കരച്ചിലൊക്കെ നിർത്തി. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി. എനിക്ക് പിന്നെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇത് കിട്ടിയ ദിവസം. അപ്പോൾ ഞാൻ ഇത് കിട്ടിയ ദിവസം ഞാൻ വേഗം ബിനോയുടെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ കൊന്താണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മമ്മി കൊടുത്തുവിട്ട കൊന്ത, അതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കണ്ടറിയാം, ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് മമ്മിയോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി തന്ന കൊന്തയിൽ ഞാൻ ലോക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഞാനിങ്ങനെ ഒരു കൊന്ത കൊടുത്ത് വിട്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ വിചാരിച്ചു തന്നു വിട്ട ചേട്ടനാണോ, നോക്കിയപ്പോൾ ചേട്ടനും അല്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ഈ കൊന്ത എന്താണെന്ന് അറിയത്തില്ല. ഈ കൊന്ത ഇപ്പോഴും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. ശരിക്കും ഈ മാതാവിൻ്റെ കടലിൻ്റെ ആ ഒരു ഇതാണ്. ഈ കൊന്തയ്ക്ക് ഇനിയുണ്ട്. ഇതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി ബിനോയുടെ കാലിന് ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻജിയോപ്ലാസ്റ്റിയുടെ അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഞങ്ങളുടെ കൂടെ ആരുമില്ല. വരാമെന്ന് പറഞ്ഞവർക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾക്ക് മാതാവ് ഒരു റൂം തരാം. ഞാൻ ആ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗ്രേ കളറാണ് അതിലെല്ലാ കട്ടൻസും, പിന്നെ ഒരു ഗ്രേ കളറിലുള്ള ക്ലോക്കും ഉണ്ട്. ഞങ്ങളുടെ രൂപങ്ങളൊന്നുമില്ല. അവിടുത്തെ ഹോസ്പിറ്റൽ അങ്ങനെയാണല്ലോ. ഞങ്ങൾ അവിടെ ചെന്നു. ബിനോയ്ക്ക് കോംപ്ലിക്കേഷൻസ് ആണ് എനിക്കും ഡോക്ടറിനും അറിയാം. കാരണം ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവ്, ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 5 hours നിവർന്ന് കിടക്കണം. ബിനോയുടെ അവസ്ഥയിൽ അത് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കോംപ്ലിക്കേഷൻസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ റിസ്ക് എടുത്ത് കയറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നഴ്സിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ കൊന്ത ഒന്ന് അകത്ത് കയറ്റാൻ പറ്റുമോ? കാനഡയാണ്, ഒട്ടും സാധ്യമല്ലാത്ത സ്ഥലം. അപ്പോൾ നേഴ്സ് പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ബിനോയിനെ കൊന്തയായിട്ട് ഞാൻ വിട്ട സമയത്ത് അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാനായിട്ട് ഞാനങ്ങനെ നിൽക്കാത്ത ആൾ അന്നൊരു 4 മണിക്കൂറോളം ഞാൻ ആ റൂമിൻ്റെ അകത്തിരുന്ന് മാതാവിനെ വിളിച്ച് ഇവിടുത്തെ കുർബാന കണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. 3-4 മണിക്കൂർ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ തന്നെയുള്ളൂ, ഈശോ മാതാവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഇരിക്കുകയാണ്. അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇതിനുശേഷം കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഉള്ളിൽ പോകുന്നത് ഞാനിതൊന്നും അറിയാൻ മാതാവ് സമ്മതിക്കുന്നില്ല, ഞാൻ തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ ബിനോയ് ഇറങ്ങുന്ന സമയമായിട്ടും ബിനോയ് വന്നില്ല. പിന്നെ ബിനോയ് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാളപ്പുറം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു. ആ പയ്യൻ ബിനോയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കൊന്ത നിങ്ങളുടെ കയ്യിൽ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു വാക്കാണ്, ഇത് നിങ്ങളുടെ ശക്തിയാണെന്ന് എനിക്കറിയാമെന്ന് ബിനോയോട് പറഞ്ഞിട്ട് ബിനോയുടെ കൈകളുടെ ഉള്ളിൽ ഈ കൊന്ത ബിനോയുടെ കൈൻ്റെ ഉള്ളിൽ ഡോക്ടർ വെച്ചിട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറയുന്നത് ബിനോയ് തിരിച്ചു വന്നിട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ അന്ന് ആൻജിയോപ്ലാസ്റ്റി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നായിരുന്നു. അതിനുശേഷം പിന്നത്തെ പ്രശ്നം ലങ്സിലെ ഫ്ലൂയിഡ്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് മരുന്നൊന്നും കിട്ടുന്നില്ല. ലങ്സിലെ ഫ്ലൂയിഡ്, ബിനോയ് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, കിടക്കുമ്പോഴേക്ക് ശ്വാസം മുട്ടാണ്, ഒരു മരുന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കൃപാസനത്തോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബിനോയ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒഴികെ. അന്ന് വന്നപ്പോൾ ഒരു തേൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തേൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ, വേണ്ടാത്ത സ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് മാതാവ് പറയുന്ന പോലെ തന്നെ, മോളെ മാതാവേ അവിടെ ഒരു തേൻ ഇരിക്കുന്നുണ്ടല്ലോ, മോള് പോയി നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ആ തേനെടുത്ത്, പിന്നെ എല്ലാ ദിവസവും ഞാൻ ബിനോയ്ക്കിന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഓയിൽ പെരട്ടി ഈ തേനും കൊടുത്തിട്ട് പറയും, മാതാവേ ഞങ്ങൾക്കിനി ഒരു ഓപ്ഷനും ഇല്ല, ലങ്സിൽ ഫ്ലൂയിഡാണ്, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. അതോടൊപ്പം ഞാൻ ചെയ്തൊരു കാര്യം, പിന്നെയാണ് ഞാൻ പ്രേയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ അച്ഛനെ കേട്ട് തുടങ്ങിയത്, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് ആദ്യത്തെ നിബന്ധനയാണ്, നമ്മൾ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ എളിമപ്പെടെയാണ് ഈശോ, എനിക്ക് ക്ഷമിക്കാത്തൊരു ആൾക്കാരുണ്ട്, ഞാൻ മിണ്ടാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഓരോരുത്തരും ക്ഷമിക്കുമ്പോഴും ബിനോയ് കിടന്ന് ഉറങ്ങണമെന്ന് മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എനിക്ക് അറിയാവുന്നവരോടൊക്കെ വിളിച്ച് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ബിനോയ് ഉറങ്ങിക്കൊണ്ടിരുന്ന ബിനോയിയുടെ ലങ്സിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് കിടന്നുറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങൾ വളരെയധികം ആ തൈലങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ബിനോയുടെ പലരെയും കാര്യങ്ങളും ഇതുപോലെ സോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിനോയുടെ ഈ വൂണ്ടിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ വൂണ്ട് ഭയങ്കര വൂണ്ടായിരുന്നു, ഫുൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ നേഴ്സുമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നോട് മാതാവ് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാം, മോളെ ഓയിൽ അവിടെ പെട്ടി കുഴിച്ചു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ വൂണ്ടിൻ്റെ അവിടെയൊക്കെ ഓയിൽ പെറ്റി. ഞാൻ ഓയിൽ പെറ്റിയിട്ട് ഇങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ ഓയിൽ പെറ്റി നോക്കുന്ന ദിവസം ഭയങ്കര സ്നോയാണ്. നോക്കുമ്പോൾ അപ്പുറത്തെ വീടിൻ്റെ റൂഫിന് മുകളിൽ ഒരു ഗ്രേ കളറ് പ്രാവിരിക്കുക. ഞാൻ ഓയിൽ ഫസ്റ്റായിട്ട് പെറ്റിയ ദിവസം. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി ഈ ഓയിലിനുണ്ടല്ലോ എന്ന്. അന്ന് തുടങ്ങി ഞാൻ ഓയിൽ എല്ലാ ദിവസവും ബിനോയിൽ പെരട്ടും, ഞാൻ തേൻ കൊടുക്കും, ഉപ്പ് കൊടുക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങിയായിരുന്നു. പിന്നെ ഒരു ദിവസം ഈ സഞ്ചാരി മാതാവ് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, കാരണം ബിനോയ്ക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ആൻറ്റിബയോട്ടിക് അവിടെ മിസ്റ്റേക്കലി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് വീട്ടിൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും വരുന്ന ഡ്രസ്സ് ചെയ്യുന്ന നേഴ്സുമാരല്ല അന്ന് വന്നത്, വേറൊരു നേഴ്സ് വരാണ്. ഒരു ദിവസം മാത്രമേ, എനിക്ക് തോന്നുന്നു 6 മാസത്തോളം നേഴ്സുമാർ വീട്ടിൽ വരുമായിരുന്നു. പക്ഷേ ആ നേഴ്സ് വന്ന ദിവസം ആ നേഴ്സ് എന്നോട് പറയാം, മോളെ ഇതിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ നേഴ്സ് വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു 5 ദിവസം കൂടി ബിനോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് ആയിരിക്കും. പക്ഷേ അവിടെ മാതാവ് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു, ഞങ്ങൾ ആ മരുന്നുകളെല്ലാം കളഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മോളുടെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. മോൾക്ക് ആസ്മയായിരുന്നു. ഈ കൊന്ത വന്ന ദിവസമാണ് ഞാൻ ഇവിടുന്ന് ഹോമിയോ മരുന്ന് കൊണ്ടുവന്നപ്പോഴാണ് ഈ കൊന്ത എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ കൊന്ത വന്ന ദിവസം ഞാൻ ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ആ മരുന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. അന്ന് മുതൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്നുള്ള തേനും ഉപ്പുമാണ് ഈ മോൾക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി തൊട്ട് ഇന്നേ വരെ
ഈ മോൾക്ക് ആസ്മയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചോന്ന് പോലും എനിക്ക് അറിയത്തില്ല എൻ്റെ സിറ്റുവേഷനിൽ. പക്ഷെ അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. അതേപോലെ തന്നെ മാതാവ് ഓരോരുത്തരുടെ വീടും, നമ്മുടെ വീട്ടിൽ തന്നെ 3 പേര് 4 പേരോളം ഈ ഉടമ്പടി കാശുരൂപം, അത് കാനഡയിലാട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടുത്തെ പോലെ ഓടി വരാനൊന്നും പറ്റില്ല. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും 4 പേരൊക്കെ ഉടമ്പടി കാശുരൂപം കൊണ്ടുവന്ന് പിനോയുടെ മുറിവുകളിലും ലങ്സിലും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം ഒരുപാടാണ്, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങി, അതും എനിക്ക് അമ്മ മാതാവ് തന്ന ഗ്രൂപ്പാണ്. ഞാൻ പറയും, അച്ഛൻ പറയുന്ന ധ്യാനങ്ങൾ കേട്ടിട്ട് ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ഇന്ന ദിവസം തൊട്ട് ഒരു ഗ്രൂപ്പ്, ഒരു നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കും. ഞാൻ ആ ഡേറ്റ് ഇങ്ങനെ കലണ്ടറിൽ കുറിച്ചു. അന്ന് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാ ദിവസവും മകളുടെ ജപമാലയൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിന് ശേഷം മെയ് തൊട്ട് നവംബർ വരെ എല്ലാ മാസവും ഞാൻ മഴവിൽ കണ്ടിട്ടുണ്ട്. എല്ലാ മാസവും മഴവിൽ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച, ഇനി പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് വന്നതല്ല. ഈ ഡിസംബറിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ മാതാവ് പ്ലാൻ ചെയ്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, അതും ഡിസംബർ 7-ാം തീയതിക്ക് മുമ്പ് തന്നെ. പിന്നെ ഞങ്ങൾ വേറെ ചെയ്തൊരു കാര്യം, ബിനോയെ സൗഖ്യപ്പെടുത്താൻ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാനയാണ്. കാരണം ബിനോയ് ഇത്ര സിക്കായിരുന്ന സമയത്ത് ഞാൻ കുർബാനയിൽ പോകും. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നാണ്, എന്താ ബിനോയിനെ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം, അങ്ങനെ ഞാൻ ബിനോയിനെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അതിന് ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സ്നോ എന്ന് പറഞ്ഞാൽ നല്ല സ്നോയാണ്. പക്ഷെ ആ സ്നോയിലും ഞാൻ ബിനോയിനെ വീൽ ചെയറിൽ ഇരുത്തി, കാലുമോ ബൂട്ട്സ് ഇടാൻ പറ്റത്തില്ല, കൈമോ ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് വിൻ്റർ ജാക്കറ്റ് ഇടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ വിശുദ്ധ കുർബാനയിലൊന്നും ആഴമായി ഇതല്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ എന്താണ് ഇത്രയും ഉള്ളതെന്ന് എനിക്കൊരു ബോധ്യം വന്നത്. ഞാൻ അന്ന് തുടങ്ങി ബിനോയിനെ കൊണ്ടുപോകും. ബിനോയ് ആദ്യം അവിടെ ഇരുന്ന് അച്ഛൻ വന്നാണ് വിശുദ്ധ കുർബാന തന്നുകൊണ്ടിരുന്നത്. മലയാളം കുർബാനയാണ്, ഞങ്ങളുടെ മലയാളം പള്ളി, സ്വന്തം ഇടവക. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈസ്റ്ററിൻ്റെ അന്ന് ബിനോയ് നടന്നു പോയി ഈശ്വരൻ സ്വീകരിക്കണേന്ന്. മാതാവ് സാധിച്ചു തന്നു. ആ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ ബിനോയ് തന്നെ നടന്നു പോയി ഈശ്വര സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനി ബിനോയ് ബൈബിൾ വായിക്കണം സ്റ്റേജിൽ കയറി. അത് മാതാവെ സാധിച്ചു എന്നു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ബിനോയ് ഓൾട്ടറിൽ കയറണം. അതും മാതാവ് 1 മാസത്തിനുള്ളിൽ സാധിച്ചു തന്നു. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് പോകുന്നതെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയും കൂടി ബിനോയ് ഓൾട്ടറിൽ കയറിയിട്ട്, ഞങ്ങളുടെ മലയാളം കുർബാനയിൽ ഓൾട്ടറിൽ കയറിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഞങ്ങൾക്കറിയാം. കാരണം ആൾ സിക്കായിരുന്നു, എല്ലാം ആണ്. പക്ഷേ ഒരു പ്രശ്നം കൂടാതെ മാതാവ് ഇവിടെ എത്തിച്ചു. അതിലപ്പുറം ഇവിടെ വന്നതിന് ശേഷം ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ബിനോയ് ആകെ 2-3 സ്റ്റെപ്പൊക്കെ കയറുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ 2 നിലയുടെ മുകളിലാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബിനോയ് വളരെ കൂളായിട്ട് നടന്നു പോവുക. അതായത് ഈ 9 മാസമായിട്ട് ബിനോയ് 2-3 സ്റ്റെപ്പ് കയറുന്ന ഒരാൾ ഞാൻ നോക്കുമ്പോൾ പിടിന്ന് മുകളിലേക്ക് കയറി ഞങ്ങളിതൊക്കെ ചെയ്തു. ആൾ അതേ സ്പീഡിൽ ഇറങ്ങി വന്നു. 9 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇത്രയധികം സ്റ്റെപ്പ് കയറുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എടായി ആദ്യമായിട്ടല്ലേ ഇത്ര സ്റ്റെപ്പ് കയറുന്നത്? അപ്പോഴാണ് ബിനോയും ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും സ്റ്റെപ്പ് കയറിയെന്ന്. അതിനുശേഷം ബിനോയ് പറഞ്ഞു, ഇനി എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഈ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതേപോലെ സ്റ്റെപ്പ് കയറിയെങ്കിൽ ഞാൻ ഇനി എന്തിനാ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 7-ാം തീയതിക്ക് മുമ്പ് മാതാവ് ആഗ്രഹിക്കുന്നത് ഞങ്ങളിവിടെ എത്താം, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, ബിനോയ് ഇത്രയും മാസങ്ങളായി ജോലിക്ക് പോയിട്ട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് 2000 രൂപയ്ക്ക് താഴെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ അത്ര ഈസിയല്ല. $2500 ഇപ്പോൾ ടിക്കറ്റ് റേഞ്ച് ഈ വെക്കേഷൻ ആയതുകൊണ്ട്. പക്ഷെ അതും മാതാവ് 1800 രൂപയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തെന്ന് ഞങ്ങളിവിടെ വന്നു. അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും ഈ മാതാവിന് മുമ്പിൽ നിന്നിട്ട് സുഗന്ധ അഭിഷേകം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാതാവിനെ കാണാൻ അത്ര ആഗ്രഹമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരെയും വീഡിയോ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിന്നിട്ട്. ഈ ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കും നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അതും കൂടി പറയണം, മാതാവിൻ്റെ വേറൊരു അനുഗ്രഹം കൂടി. വെള്ളിയാഴ്ച ടിക്കറ്റ് എടുത്തു, വെള്ളിയാഴ്ച രാത്രി എടുക്കുന്നു. ഞായറാഴ്ച രാവിലെ ബിനോയുടെ കാലുമ്പോൾ ചെറിയൊരു തയമ്പ് പോലെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാവിലെ നോക്കുമ്പോൾ അത് വീണ്ടും പൊട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈശോയെ ഞങ്ങളുടെ യാത്രയെല്ലാം ഇതായെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു,
ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞു മാതാവേ പറ്റില്ല, യാത്ര ചെയ്യാനുള്ളതാണ്, ഞാൻ ഓയിൽ വെച്ച് വിശ്വാസപരം പണം ചെയ്യില്ല. അപ്പം എന്നോട് മാതാവ് പറയാം, മോളെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സാധാ കാശുരൂപ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ സാധാ കാശുരൂപമാണെങ്കിലും ഇതിന് ഭയങ്കര പവർഫുള്ളാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഉള്ളവർക്കൊന്നും നമുക്ക് ഉടമ്പടി കാശുരൂപമൊന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ, ഭയങ്കര ശക്തിയുണ്ട്, ഇത് ഭയങ്കര ശക്തിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കാശുരൂപം വെച്ച് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പ്രാർത്ഥിച്ചു, മാതാവ് യാത്ര ചെയ്യണം, വേറെ ഒരു ഓപ്ഷനില്ല, നിൻ്റെ ക്രേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം. അപ്പോൾ പിന്നെ പറഞ്ഞു സാറില്ല നാളെ നോക്കാം. പക്ഷെ ഞാൻ അന്ന് രാത്രി ഈ ഡ്രസ്സിങ് അയച്ച് നോക്കുമ്പോൾ ആ ഒരു തയമ്പ് പോലെ ഉണ്ടായിരുന്ന സംഭവം അങ്ങനെ പാടെ അടർന്നു പോയിരിക്കുക. അത് ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ കാനഡയിൽ അച്ഛനറിയാം, ഞങ്ങൾക്ക് അവിടെ ഗഡ്സമേ എന്ന് പറഞ്ഞ സുരേഷ് ബ്രദറിൻ്റെ ഒരു വലിയൊരു ഇതുണ്ട്. അവിടെയാണ് അച്ഛൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ധ്യാനം നടത്തിയത്. ധ്യാനം നടത്തി അവിടെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വന്നതിന് ശേഷം, ഞാനിത് പറയുന്നത് കാനഡയിലുള്ള ആളുകൾക്ക് എൻ്റെ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ അച്ഛൻ വന്നതിന് ശേഷം അവിടെ മാതാവിൻ്റെ വലിയൊരു രൂപം വെച്ചിട്ടുണ്ട് കാനഡയിൽ, വലിയൊരു രൂപം അച്ഛൻ പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മെയ് മാസത്തിൽ ഞാൻ അവിടെ ചെല്ലാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മനസ്സ് തകർന്നിട്ടാണ് ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ രൂപം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു രൂപമാണ്, പക്ഷെ അല്ലായിരുന്നു, ഒരു വലിയ രൂപം. ഞാൻ അവിടെ ചെന്നൊരു 3-4 മണിക്കൂർ മാതാവിൻ്റെ താഴെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പോലെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾ ഇവിടെ എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ എന്താ പറയുക, ഒരു മാസം കൊണ്ട് ഞങ്ങൾ അവിടെ വലിയൊരു അകട ജപമാല അവിടെ നടത്തി. ഞാനിത് പറയുന്നത് കാനഡയിലെ ആളുകൾക്ക് വേണ്ടിയാണ്, നമുക്ക് ആർക്കും ഇവിടെ പെട്ടെന്ന് വരെ സാധിക്കുകയില്ല. പക്ഷെ അവിടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. അവിടെ സുരേഷ് ഡൊമിനിക് എന്ന അച്ഛനും ബ്രദറും ഒരു അച്ഛനൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അവിടെ ഞങ്ങൾ അകട ജപമാല ചെയ്തു. അവിടെ കാനഡയിലുള്ള മക്കൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് ചെല്ലാം. അവിടെ അവരെല്ലാവരും അത്ര ഹെൽപ്ഫുള്ളാണ്. അമ്മ മാതാവ് അവിടെ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പോലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പ് വഴി ഒരുപാട് മക്കളെ സഹായിക്കുന്നുണ്ട്, ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വരുമാനത്തിന് ചെറിയൊരു വരുമാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, ത്യാഗം. നമ്മൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ചെയ്ത ത്യാഗം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ബോധ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഫെബ്രുവരി തൊട്ട് നല്ല മഞ്ഞാണ്. പക്ഷെ ഞാൻ ആദ്യം അത് ബിനോയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഈശോയുടെ അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല, അതിലപ്പുറം വേറെയുണ്ട്, ഈശോയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ത്യാഗം ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കാൻ തുടങ്ങി. വെറുതെ പായിട്ട് വെറുതെ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് ഞാൻ താഴെ കിടക്കും. നല്ല തണുപ്പാണ്, പുറത്ത് നല്ല തണുപ്പാണ്, പക്ഷെ ഞാൻ അങ്ങനെ കിടക്കും. അങ്ങനെ ഞാനൊരു 4-5 മാസം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പോകുക. വിശുദ്ധ കുർബാനയിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തും. അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്തേക്ക് ശരിക്കും ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊട്ടും ആഗ്രഹിച്ചിട്ടില്ല, പേപ്പറൊന്നും ഞാൻ അങ്ങനെ ചെയ്യല. പക്ഷെ മാതാവ് എൻ്റെ കയ്യിൽ കൊണ്ട് 2 കെട്ട് 3 കെട്ട് പേപ്പർ ആരെങ്കിലും ഇവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ കയ്യിൽ തരും. പക്ഷെ അറിയിക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് ആ പേപ്പർ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ പേപ്പർ കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങൾ ഇവിടെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ വലിയ അനുഗ്രഹത്തോടെ ഈശോയിൽ നിന്ന് ഇത്രയധികം അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് വേണ്ടാന്ന് വെച്ചു. ഞാനൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സിനിമ കാണാണ്ട് ഉറങ്ങത്തില്ലായിരുന്നു. ഫേസ്ബുക്ക് ഒക്കെ എൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കതൊന്നും കാണണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഞാനതെല്ലാം വേണ്ടാന്ന് വെച്ചു.
നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ ഈശോ എന്തായാലും നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളാ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈശോയോട് പറയും, ഈശോയെ ഇതൊക്കെ എനിക്ക് തരണമെന്ന് പറയും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മളത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടും. പക്ഷേ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമുക്കൊരു സങ്കടവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്കിങ്ങനെ പല സഹനങ്ങളും, പിന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഓരോ സഹനം വരുമ്പോൾ ഞങ്ങൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, ഞങ്ങൾ ഈ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ടെൻഷനിൽ ഏതെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം. ആ രീതിയിലേക്ക് സഹനങ്ങളെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിരാശ ജീവിതത്തിൽ നിന്ന് മാറി തുടങ്ങി, പ്രത്യാശയായി, പിന്നെ നമുക്ക് സന്തോഷമായി, നമുക്ക് ഭയങ്കര ഒരു ധൈര്യമായി. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ് വലുത്, പക്ഷെ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയുടെ ഇഷ്ടം പോലെ എന്താണോ അതേപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമല്ല. പിന്നെ ഈശോ പ്ലാൻ ചെയ്യും. അങ്ങനെ ഈശോ പ്ലാൻ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവും ഈശോയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഹസ്ബൻഡിനോട് കൊടുക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തമ്പുരാനും നന്ദി പറയാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമായിരുന്നു ആദ്യമേ തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ പോലും പോവാതെ അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അമ്മയ്ക്കും ഈശോ തമ്പുരാനും ഒരുപാട് നന്ദി. എസെക്കിയേൽ 36, 26, 27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. ബിനോയ് പോൾ, നിത മേരി എന്നീ ദമ്പതികൾ വലിയ സന്തോഷത്തോടും ഒത്തിരി അഭിമാനത്തോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഈ തിരുനടയിൽ അവരുടെ ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ജീവിത പങ്കാളിക്ക് ലഭിച്ച സൗഖ്യത്തെക്കാൾ ഉപരി ജീവിതത്തിൽ ലഭിച്ച ആത്മീയ ബോധ്യങ്ങളെയാണ് നിത തൻ്റെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചത്. കൃപാസനത്തെക്കുറിച്ച്, അമ്മ മാതാവിനെക്കുറിച്ച് ആദ്യമുണ്ടായിരുന്ന ആ ഒരു ധാരണക്കുറവുകളിൽ നിന്ന്, വിശ്വാസമില്ലായ്മയിൽ നിന്ന് അമ്മ മാതാവിനെ അടുത്തറിഞ്ഞു തുടങ്ങുന്ന നാൾ മുതൽ കുടുംബത്തിലും ജീവിതത്തിലും വന്ന വലിയ മാറ്റങ്ങളെ നല്ല സന്തോഷത്തോടെ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ശരിക്കും കൃപാസനം മരിയൻ പ്രേക്ഷിതയായിട്ട്, മിഷണറിയായി അവളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വ്യാപരിക്കുവാൻ എത്ര കണ്ട് മകൾക്ക് സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിന് എന്ത് വില കൊടുക്കുന്നു എന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിന് കുടുംബം കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും വിലയുമാണ്. ഏറെ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയിട്ടും ബന്ധപ്പെട്ടവരെയും കൂട്ടുകാരെയും ഒന്നും കാണാതെ, സ്വഭവനം പോലും കാണാതെ അമ്മ മാതാവിൻ്റെ ഈ ആലയത്തിലേക്ക് 3 ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ, സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ, അമ്മ മാതാവിൻ്റെ അരികിലിരുന്ന് തൻ്റെ കൂട്ടുകാരെ, വിദേശത്തുള്ളവരോട് അമ്മ മാതാവിനെ കാണിച്ചു കൊടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒക്കെ മകൾ ഈ ദിവസങ്ങളിൽ ചെയ്ത ഈ നല്ല പ്രവൃത്തികൾ. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ മാംസള ഹൃദയത്തിൻ്റെ ഉടമകളാക്കും. വെള്ളം കയറാത്ത കല്ല് ഹൃദയങ്ങളെ മാറ്റിത്തരും. അത് മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടതാണ്. പെരുമാറ്റം എന്തായിരുന്നു, ജീവിതം എന്തായിരുന്നു, താല്പര്യങ്ങൾ എന്തായിരുന്നു, അതിൽ നിന്നെങ്ങനെ ദൈവാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരാലയമായി, ജീവിതമായി തന്നെയും തൻ്റെ കുടുംബത്തെയും മാറ്റിയെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കാൻ ഒന്നേയുള്ളൂ, അത് വൃത്തിയോടുകൂടി ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ മാനസാന്തരം എത്രത്തോളമുണ്ട്, അനുതാപം എത്രത്തോളമുണ്ട്, ക്ഷമ കൊടുക്കൽ എത്രത്തോളമുണ്ട്, നാം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ കാണുമ്പോൾ അതിനോട് അനുകമ്പയുള്ളവരായി പ്രതികരിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇതാണ് ശരിക്കും ഉടമ്പടി ജീവിതത്തിൻ്റെ അളവുകോലുകളായി നാം കാണേണ്ടത്. സഹോദരി പറഞ്ഞു,
ഞാൻ ഓരോരുത്തരോട് ക്ഷമിക്കും തോറും അത് എൻ്റെ ജീവിത പങ്കാളി തീവ്രമായ രോഗത്തിൽ ശാന്തതയോടെ ഉറങ്ങുന്നതിന് കാരണമായി. ഞാൻ ഓരോ ജപമാല ചൊല്ലും തോറും എൻ്റെ ജീവിത പങ്കാളി അത് ശാന്തമായി ആരോഗ്യം പ്രാപിക്കുന്നതിന് കാരണമായി. ഞങ്ങളുടെ കഷ്ടതകൾ ഏറും തോറും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമായി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച്, രോഗക്ലേശത്തെക്കുറിച്ച്, തകർച്ചകളെക്കുറിച്ച് നിരാശപ്പെട്ടവരായി ഒരിക്കൽ പോലും ഞങ്ങൾ ജീവിച്ചിട്ടില്ല. കാല് മുറിച്ചു കളയേണ്ടി വരുമെന്ന്, എൻ്റെ പങ്കാളിയുടെ കാല് മുറിച്ചു കളയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്തു നിന്നാണ് ഇത്ര ദൂരം സഞ്ചരിച്ച് ഇത്ര പടികൾ കയറി ഉടമ്പടിയെടുത്ത് ഈ അൾത്താരയിൽ ഈ മകൻ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഓരോ വാക്കും ദൈവത്തിൽ ആശ്രയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന മക്കളുടെ ജീവിതാനുഭവത്തെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ പറയില്ലേ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ചിറകടിച്ചുയരും. കടുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര നടന്നാലും അവർ തളരുകയില്ല. ജീവിതത്തിൽ ലഭിക്കുന്ന തിരിച്ചടികളല്ല, ദൈവത്തിലുള്ള നമ്മുടെ ശരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലമെന്ന് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. അതാണ് പറയുന്നത്, നമ്മുടെ പ്രശ്നം നമ്മൾ അങ്ങോട്ട് ലിസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ദൈവം ഇങ്ങോട്ട് പറയുവാനുള്ളത് കേൾക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. ദൈവഹിതം നിറവേറട്ടെ എന്ന ഉടമ്പടിയുടെ അടിസ്ഥാന മനസ്സ് ജീവിതത്തോട് ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ പ്രശ്നത്തിലും ശാന്തതയോടെ ആത്മസംയമനത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. രോഗപീഠകൾ മാറിപ്പോകും. സാമ്പത്തിക മേഖലകളിൽ നമുക്ക് സുസ്ഥിതിയുണ്ടാവും. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ മാറിപ്പോകും. ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യുവാൻ അവസരങ്ങൾ എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ഈ നാളുകളിൽ അമ്മ മാതാവും ഈശോയും നൽകിയ വലിയ സംരക്ഷണത്തിന്, ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യത്തിന്, കുടുംബത്തിൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തി അനേകർക്ക് നന്മ ചെയ്യുവാൻ വഴിയൊരുക്കി കൊടുത്തതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.